കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ വീഡിയോ ഇന്നലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഫുൾ ഡേ ഒരാൾ ഉറക്കമായിരുന്നു. ഫുൾ ഡേ ഒരു ഉച്ച കഴിഞ്ഞവരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അതേ ലക്ഷ്മി ചേച്ചി കുറച്ച് ചോറും ചെറുപയർ കൂട്ടാനും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളെ ഇങ്ങനെ നാട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ശരത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം അതല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ഇന്നലെ അതേ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊന്നും ലക്ഷ്മിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കുറേ സാധനങ്ങൾ ബാഗിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എടുത്തിട്ട് ബാഗിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്ത് ഒരു ബിഗ് ഷോപ്പറിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് കേട്ടോ. ഇടയിൽ ചിലതൊക്കെ ലക്ഷ്മി കണ്ടിട്ടുണ്ട്. ഞാൻ സർപ്രൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതൊക്കെ പുറത്തേക്ക് എടുത്ത് ലക്ഷ്മിക്കാണ് കൂടുതൽ സാധനങ്ങൾ അതെടുത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കുറച്ച് സാധനങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ കാണിക്കാൻ മറന്നുപോയതല്ല, എൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് അല്ലേ തുറക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിനെന്താ പറയുക, ഹോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ഷോപ്പർ. ഇതിൻ്റെ അകത്താണ് സാധനങ്ങളൊക്കെ കൂടി ബാഗിൽ നിന്ന് വാരിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ മേടിച്ചല്ല കേട്ടോ, ഇത് ശരത്ത് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഫെറോ റോഷയുടെ ബോക്സാണ്. ഇത് ശരത്ത് ലക്ഷ്മിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു റെഡ് വൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കുറച്ചിരി കുറവുണ്ട്, ലേശം കുറവുണ്ട്. അപ്പോൾ ജേക്കബ്സ് ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓസ്ട്രേലിയൻ ഒരു റെഡ് വൈൻ ആണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പതുക്കെ സാധനങ്ങൾ എടുക്കാം. അതിന് മുമ്പ് വേറൊരു സാധനം കൂടി തരാൻ കേട്ടോ. ഇതെന്നാ അറിയോ, പട്ടായിൽ നമ്മുടെ ഷോൺ എനിക്കൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നൊരു ബാഗാണ്. അത് ലെതറാണോ അങ്ങനത്തെ എന്തോ ഒരു ബാഗാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കമ്മലുണ്ട് കേട്ടോ. ഈ കമ്മലിന്റെ ഫോട്ടോസ് എനിക്ക് ആക്ച്വലി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം സാധനങ്ങൾ. എനിക്കവിടെ നിങ്ങൾ ഇത്രയും വർഷത്തിൽ യാത്ര ചെയ്തിട്ട് ഇത്രയധികം സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഈ സാധനം ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഈ കമ്മൽ കേട്ടോ, മറ്റേ സ്പൂണും ഒരു ഫോർക്കും ആയിട്ടുള്ള ഒരു കമ്മൽ. ഇത് തായ്ലൻഡിൽ നിന്ന് കേട്ടോ. ഇതൊക്കെ വിയറ്റ്നാം ഹാൻഡ് മെയ്ഡ് ഇയറിങ്സ് ആണ്. ഇതും ഇത് 3ഉം ഹനോയിന്ന് വാങ്ങിച്ചതാണ്. ഇതും ഹനോയിന്നാണ്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിങ്ങനെ ഈ ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലക്ഷ്മിനെ ഓർക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച അങ്ങനത്തെ ഇയറിങ്സ് ആണ്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് സോക്സ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചതായിരുന്നു. 2 സോക്സ്. അത് 2 നിനക്ക് എടുത്തോ. ടുക്കാണ് ടാക്സി, അതിൻ്റെ ബാങ്കോക്കിലത്തെ റിക്ഷ, പിന്നെ തായ്ലൻഡിലത്തെ ആന. ഇനിയുള്ളത് ഇത് എൻ്റെ ഒരു കസിൻ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് തായ്ലൻഡിലത്തെ ഒരു ആയുർവേദിക് ഇൻഹെയിലറാണ്. മറ്റേ വിൻകുട്ടൻ പറഞ്ഞിട്ട് മേടിച്ചോ. അപ്പോൾ ഇത് അവൻ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്നുണ്ടായിരുന്നു. അവൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. ആമസോണിലും കിട്ടും തോന്നുന്നു, പക്ഷേ കുറച്ച് കാശ് കൂടുതലാണ്. അവിടെ അത്ര വിലയൊന്നുമില്ല. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. അവിടുത്തെ ആൾക്കാർ ഈ സാധനം വലിച്ചുകൊണ്ട് നടക്കണം. ഞാൻ എടുക്കണേക്കാൾ അവൾ നോക്കി എടുക്കുകയാണ് അവൾക്ക് താല്പര്യം എന്നാണ് പറയണേ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങോട്ട് വെച്ചോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല. ഫുഡിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഫുഡ് അങ്ങനെയല്ല, അങ്ങനെ സ്നാക്സോ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന, അതായത് എനിക്ക് അവിടെ കഴിക്കാൻ പറ്റിയ സാധനം ഇവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് വാങ്ങിച്ചതാണ്. അത് നൂഡിൽസാണ്. ഇത് രാമൻ കിംചി. ഇത് ജാപ്പനീസ് അല്ലേ, അങ്ങനത്തെ അല്ലേ? ജാപ്പനീസ് കൊറിയൻ. ഓക്കെ, കൊറിയൻ കിംചി ഫ്ലേവർ നൂഡിൽസ് സൂപ്പാണ് കേട്ടോ ഈ സാധനം. അപ്പൊ അത് 2 പാക്കറ്റ്. ഇത് നമ്മുടെ ട്രിപ്പിന്റെ ഇടയിൽ ഋഷികേശില് പിന്നെ കൊറിയൻ സ്റ്റോറിൽ ഇതാ സ്റ്റിക്കാണോ? സ്റ്റിക്കാണ്. ഇത് ഞങ്ങള് കല്യാണത്തിന് ഞങ്ങളുടെ ഹണിമൂണിന് തായ്ലൻഡിൽ പോയപ്പോൾ ഞങ്ങൾ അന്ന് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സാധനം. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തോ ആണ് ഇത്. ഇതിന് പേരറിയില്ല. എന്നിട്ട് ഞങ്ങള് ഇതിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശരത്തിന്റെ അടുത്ത് ഒരു വട്ടം വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ശരത്തേട്ടം കൊണ്ടുവരും ചെയ്തു. പക്ഷെ ശരത്തേട്ടം കൊണ്ടുവന്നത് വേറെ ഫ്ലേവർ ആയി. അപ്പൊ അത് നല്ലതാ. അത് എനിക്ക് തോന്നുന്നത് സീവീഡിന്റെ എന്തോ ഫ്ലേവർ ഉള്ളതായിരുന്നു. ഇത് ഒറിജിനൽ നല്ലതാട്ടോ. ഈ സാധനം എപ്പോഴെങ്കിലും കഴിക്കുന്നത് ഒറിജിനൽ നല്ലതാണ്. ഇതിന്റെ ഇത് തോമിയാമ തോന്നുന്നു അല്ലേ? തോമിയാം ഫ്ലേവർ ആണ്. നമ്മളിതിൽ ഏതാ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മ. ഒറിജിനൽ. അപ്പൊ അതൊരു പാക്കറ്റും കൂടി ഉണ്ടാവണം കേട്ടോ.
ഓർഡറിലൊന്നല്ല കേട്ടോ, എനിക്ക് കണ്ണിന് അട്രാക്റ്റീവായി തോന്നുന്നതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായി. ഇത് കോഫി പൗഡറാണ്, 3-in-1 കോഫിയാണ്. അതായത് ഇതിൽ ജസ്റ്റ് ഹോട്ട് വാട്ടർ മിക്സ് ചെയ്താൽ മതി. ഇതും ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ കുറേ അധികം കുടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതായത് തായ്ലൻഡിൽ പോയ എല്ലാവരും ഈ സാധനം ഒരിക്കലെങ്കിലും 7-Eleven കയറിയെങ്കിൽ ഇത് ആക്ച്വലി ഇവിടെ കിട്ടും. പക്ഷെ ഇവിടെ കിട്ടുന്നതും അവിടെ കിട്ടുന്നതും തമ്മിൽ നല്ല ഹ്യൂജ് ഡിഫറൻസ് ആണ് ടേസ്റ്റിൽ. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്യാൻറ്റീനിൽ ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാറുണ്ട്. പക്ഷെ അവിടെ പോയിട്ടൊന്ന് കുടിച്ചപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഭയങ്കര ഡിഫറൻസ്. നമ്മൾ 7-Eleven പോകുമ്പോൾ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടോ ഈ സാധനം സാഷ് പോലെ, അത് നമ്മൾ എടുക്കുക. അവിടെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഉണ്ടാവും, അതിൻ്റെ അത് പൊട്ടിച്ചിടുക. അവിടെ ചൂടുവെള്ളം ഉണ്ടാവും, അതെടുത്ത് അതിലേക്ക് ഒഴിക്കുക, ഇളക്കുക, അവിടെ പേ ചെയ്യുക. അത്ര 15 തായ്പാട്ടാണ് ഒരു കോഫിക്ക്. അപ്പോൾ ഇത് പക്ഷേ കുറച്ചും കൂടി ചെറിയ സാഷകളാണ് കേട്ടോ, ചെറിയ സാഷേഴ്സ് ആണ് മേടിച്ചത്. ഇതെന്താ ഇത് പറഞ്ഞു മേടിച്ചാണ് കേട്ടോ. ഇത് ഇവിടെയും കിട്ടുന്ന ഷാമ്പു ആണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇതിന് ഭയങ്കര റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇവിടത്തെക്കാളും വില കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മേടിച്ചത്. ലോറിയലിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ഷാമ്പു, സ്മൂത്ത് സിൽക്കൻ ഫ്രീ ഷാമ്പു കേട്ടോ. അതാണ് കിട്ടാം. എന്താ പുളി, ഇത് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുടെ ഐറ്റംസ്. അപ്പൊ പുളി ഇങ്ങനെ പഞ്ചസാരയില് എനിക്കിതൊക്കെ അപ്പൊ തന്നെ പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ എല്ലാം കൂടി പൊട്ടിക്കാതിരിക്കുന്നു. തന്നെത്താൻ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. അത് ഹൊയാന്ന് മേടിച്ചാണ്. ഹൊയാനിലെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ആയിട്ട്. ഇത് രണ്ടെണ്ണം പറഞ്ഞ എനിക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് അതെടുത്തോ. എനിക്ക് ഇത് ഇഷ്ടമായി. ഹൊയാൻ്റെ അവിടുത്തെ സ്ട്രീറ്റുകളാണ്, മറ്റേ ഫ്രഞ്ച് ടൈപ്പും ജാപ്പനീസ് ടൈപ്പും സ്ട്രീറ്റുകളുടെയൊക്കെ ഫോട്ടോ ഉണ്ടായത്. പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ അല്ലാത്ത. പിന്നെ ഇതാ ഇവിടുത്തെ ബോട്ടുകളും ഒക്കെ ഇല്ലേ, അതിനൊക്കെ അത് ഹാൻഡ് മെയ്ഡാണ്. ഒരു അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വഴിയിൽ വെക്കുന്നതാണ്. അപ്പോൾ മേടിച്ചായിരുന്നു. കഴിഞ്ഞാ ഇനി ഉണ്ട് സാധനം കുറേ ഉണ്ട്, അത്രയൊന്നുമില്ല എന്നാലും കുറച്ചുണ്ട്. ഇതും പറഞ്ഞു മേടിപ്പിച്ചതാണ്. ഇത് 2 ക്രീമാണ്. ഒരെണ്ണം കൊളാജൻ ക്രീമും പിന്നെ ഒരെണ്ണം അലോവേറ കാക്ടസ് കൂടിയിട്ടുള്ള ഫേസ് മാസ്കും. കൊളാജൻ ഞാൻ ഇത് ഫോട്ടോ കണ്ടു, അതേപടി എടുത്തിട്ടാ കേട്ടോ. ഫേഷ്യൽ മാസ്ക്. അയ്യോ രണ്ടും. ഇത് മാസ്ക് ക്രീമും ഇത് മാസ്കും. മാസ്ക് ആണ്. ഓക്കെ, ഇത് അലോവേറയുടെ. ഈ 3 സാധനങ്ങൾ വരുന്ന എനിക്കറിയായിരുന്നു. ഹരി അവിടെ ഉള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവിടെ കഴിക്കാൻ പോകുന്ന ഫുഡ് കേട്ടോ. വിയറ്റ്നാമിലായാലും തായ്ലൻഡിലായാലും. ഇത് തോംയാം സൂപ്പാണ് കേട്ടോ, ഹോട്ട് ആൻഡ് സോർ. ഇത് വെറുതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൂപ്പിന്റെ പൗഡർ അല്ലേ, അതുപോലെ നമ്മൾ ബ്രിങ് ലാർജ് പോട്ട് ഓഫ് വാട്ടർ ടു ബോയിൽ, അത്രേ ഉള്ളൂ. ഓപ്പൺ അവോയ്ഡ് സ്ട്രീം. അപ്പൊ ഇതിന്റെ തുന്നിടണ്ടോ അല്ലേ? ഇതിന്റെ തുന്നിടണ്ടേ? ഓ ഞാൻ വിചാരിച്ചത് മിക്സ. ഓ പക്ഷെ നമുക്ക് ചിക്കനും പ്രോൺസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാമെന്നല്ലേ. അപ്പോൾ ഈ സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ, തായ്ലൻഡിൽ പോയിട്ട് തോമിയാം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മളിതിന് മുമ്പ് എൻ്റെ ഫുഡ് ടൂറൊക്കെ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ തോമിയാം, ഏറ്റവും അവസാനം കഴിച്ചില്ലേ, വലിയൊരു ബൗളിൽ മീൻകറിയുടെ ആ ഒരു ടെക്സ്ചർ വരുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ ഹണിമൂണിന് പോയിട്ട് ഫ്ലൈറ്റ് ബാങ്കോക്കിൽ ഇറങ്ങി ഞങ്ങൾ കുറേ നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2019 കാര്യം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് കഴിക്കുന്നത് ഒരു ബൗൾ ഓഫ് തോമിയമാണ്, ഫസ്റ്റ് തായ് ഫുഡ് കഴിക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ, ഇതേ പേടി മാറിയിട്ടില്ല. അവൻ എന്തോ കാണുമ്പോൾ ചതുർത്ഥി പോലെ എടുക്കുക. നെക്സ്റ്റ് ഐറ്റം എടുക്കുക. അത് വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ചീസ് സ്പ്രെഡ് ആണോ? ഓ ചീസ് മയോ സ്പ്രെഡ് ആണ്. ചീസ് മയോ സ്പ്രെഡ്. ഇതൊക്കെ ഇങ്ങനെ 7-Eleven കാണുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ വാങ്ങുന്ന സാധനങ്ങളാട്ടോ. ഡിയോ ഇതും വരുന്ന എനിക്കറിയാം. ഡിയോ തായ്ലൻഡിലെ ഡിയോസ് നല്ലതാണ്. ഇന്ന ബ്രാൻഡൊന്നും ഇല്ല കേട്ടോ, അവിടുത്തെ നല്ലതാണ്. എനിക്ക് പണ്ട് ശരത്ത് ഏറ്റവും ആദ്യമായിട്ട് തായ്ലൻഡിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു, അയ്യോ ഇതേതാ പൂച്ച, ഇത് കവറിലില്ലാത്ത കേട്ടോ, ഹണ്ടറാണ്. ഹണ്ടർ ഞങ്ങൾ എടുത്ത് വളർത്തിയതാണ്. ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര മോശം കണ്ടീഷനിലായിരുന്നു, പക്ഷെ ഇപ്പൊ സ്വഭാവം മോശമായി. അപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഏറ്റവും ആദ്യമായിട്ട് ശരത്ത് ജോലി കിട്ടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒരു അഡിഡാസിൻ്റെ ഒരു ഡിയോ കൊണ്ടുവന്നിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഈ അവിടുത്തെ ഭയങ്കര വ്യത്യാസം കേട്ടോ. ഈവൻ ഈ സെയിം ബ്രാൻഡ് നമ്മളിവിടെ മേടിക്കുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസം. അല്ല എനിക്കുണ്ട്, അതിൻ്റെ തണ്ടാവണം. പോരട്ടെ. ഞാൻ നേരത്തെ കണ്ട സാധനം എന്തൊക്കെയാന്ന് ഞാൻ കണ്ടില്ല. ഇത് ഫേസ് മാസ്ക് ആണ്.
എനിക്ക് ഈ സ്കിൻ കെയർ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് റാൻഡമായിട്ട് ഇതൊക്കെ 7-Eleven വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ ഇതൊരു ദിവസം വാങ്ങിച്ചതാണ്, ഇത് വേറൊരു ദിവസം വാങ്ങിച്ചതാണ്, ഇത് വേറെ ഏതൊരു സ്ഥലത്ത് കണ്ടപ്പോൾ അല്ല ഇതും കൂടിയിട്ട് ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് ഇത്തിരി വില കൂടുതലായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിക്കുന്നു. ഇതൊക്കെ എനിക്ക് തന്നെ 29 ബാട്ടോ, അല്ല ഇത് 70 ബാട്ടോ, അങ്ങനെ എന്താണ്. ഇത് 70 ബാട്ട്, അത് 100 ബാട്ട്. അപ്പോഴും ഇവിടത്തേക്കാളും കൂടുതലാണോ? ഇവിടെ ഒരെണ്ണം ഒരു 100-150 റേഞ്ച് ഒക്കെയാണ്. ഇതെന്താ? ഇതല്ലേ പറഞ്ഞ ഇൻഹേലർ അല്ലേ? ഈ തായികൾക്ക് ഇൻഹേലർ ഭയങ്കര വീക്ക്നെസ് ആണ്. അവരിതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും മൂക്കിലിട്ടിട്ട്. അപ്പോൾ ഇത് ഇനിയുണ്ട് കേട്ടോ, വേറെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ സാധനം വലിക്ക് പുറത്തേക്ക്, അതന്നെ. എന്നിട്ട് മണക്കുക. അതിൻ്റെ ഒരു ഇതൊക്കെ ലക്ഷ്മിക്കും അതെ, ലക്ഷ്മിയുടെ അമ്മയ്ക്കും അതെ, ഈ വക അച്ഛനും ആ ഫാമിലി മൊത്തം ഇൻഹേലർ വീക്ക്നെസ് ഉള്ള ആൾക്കാർ. അപ്പൊ ഇത് അടപ്പ് പോലെ കേട്ടോ. അതിങ്ങനെ ഒന്ന് കാണിച്ചേ, ഇട്ട് കൈകൊണ്ട് പറ്റുന്നുണ്ട്. ഇതിങ്ങനെ ഇരിക്കും, അങ്ങനെ തുറക്കുന്നു, അങ്ങനെ എടുക്കുന്നു, നല്ല സുഖം. എന്നിട്ട് അടച്ചു വെക്കണം. അപ്പൊ അത് പക്ഷെ നല്ല രസമുണ്ട്, ഇവിടെ കിട്ടുന്നതിനേക്കാളും കാണാൻ കുറച്ചുകൂടി രസമുണ്ട്. അടുത്ത സാധനം പിടിച്ചോണ്ടിരിക്കുന്നത് ഹോളി ബേസിൽ ഫ്രൈഡ് റൈസ്. ഞാൻ തായ്ലൻഡിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചു എന്ന സാധനല്ലേ, അതിന്റെ മിക്സാ. ചോറും ചിക്കനും അതിൻ്റെ അകത്ത് തുളസിയുടെ ഇല. ഇത് ജസ്റ്റ് മീറ്റ് കുക്ക് ചെയ്തിട്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക, പിന്നെ ഈ സീസണിങ് ഇടുക, റൈസ് ഇടുക, അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കണ്ടോണ്ട് അത് വാങ്ങിച്ചത് പറഞ്ഞേ ഉള്ളൂ, 2 പറഞ്ഞേ ഉള്ളൂ. എന്തൊരു വെറൈറ്റി പേരാണ്. അപ്പോൾ അഡിഷന് പറയുന്നത് ഈ സാധനം ഇങ്ങനെ തന്നെ കിട്ടും. ഇടയിൽ തക്കാളിയോ എന്തൊക്കെയോ ഉണ്ടാവും. അപ്പോൾ ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് ചോക്ലേറ്റാണ്. ഇതെൻ്റെ അടുത്ത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ നീതു തീർച്ചയായിട്ടും മേടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് മേടിച്ച ചോക്ലേറ്റ് ആട്ടോ. റിട്ട സ്പോട്ടിൻ്റെ ഒരു എന്താ നട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ ചോക്ലേറ്റ് മിക്കവാറും പോകുന്നത് വേറെ ആളുടെ വയറ്റിലേക്ക്. അത് എനിക്ക് വാങ്ങിച്ചതല്ല, ഞാൻ എന്താ നേരത്തെ പറഞ്ഞു, എനിക്കും കൂടിയല്ല ഉദ്ദേശിച്ചു. അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ഇതെന്താ ഹോട്ട് സ്റ്റിർ ഫ്രൈഡ് കറി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പറഞ്ഞ 2 ഇതുപോലത്തെ വേറൊരു സാധനം. ഫ്രൈഡ് റൈസിന്റെ മിക്സും ഇതെന്തോ കറി. ഇല്ല, ഇത് ഫ്രൈഡ് റൈസിലല്ല, ഇത് വൈറ്റ് റൈസിന്റെ കൂടെ അവർ കഴിക്കുക. ഇത് ജസ്റ്റ് വൈറ്റ് റൈസിനോട് മിക്സ് ചെയ്യുക. ഇത് ഹോട്ട് സ്റ്റിർ ഫ്രൈ, ഇത് ഏകദേശം ഇതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ സിറാച്ച സോസ്. അത് പക്ഷേ ഹെയിംസിന്റെ ആണ്, ഒറിജിനൽ സിറാച്ച അല്ല. ഈ സിറാച്ച എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ തായ്ലൻഡില്, ബാങ്കോക്കിന് അടുത്താണ്, അധികം ദൂരമില്ല. നമ്മൾ അന്ന് കാഞ്ചനാപുരി പോയത് വഴിയല്ല, മറ്റേ വഴി പോയില്ല, ചന്താപുരി ഒക്കെ പോയില്ലേ, ആ വഴി ആ ഭാഗത്ത് എവിടെയാണ്. പക്ഷേ ഈ ശരി അവിടെ സിറാച്ച എന്ന് പറഞ്ഞാൽ ആ സിറാച്ച ബേസ്ഡ് ഒന്നല്ല കേട്ടോ. ഈ സിറാച്ച സോസും അതായിട്ട് യാതൊരു ബന്ധമില്ല. ആ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ്, പക്ഷേ അതിന്റെ പ്രൊഡക്ഷനൊക്കെ വേറെ സ്ഥലത്താണെന്ന്. ഈവൻ അതിന്റെ ഓണർ തായ് അല്ലാന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൽ പറയുന്ന സ്ഥലം ഈ സിറാച്ചയാണ് തായ്ലൻഡിൽ. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഈ സാധനം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലല്ലേ, നിന്റെ അപ്പൊ കാണാൻ പറ്റും. നിനക്ക് പാകമാവോ? ആണോ? ഓൾട്ടർ ചെയ്യേണ്ടി വരുമോ? ഇത് ബാങ്കോക്ക് അല്ല, വിയറ്റ്നാമിൽ നിന്ന് അധികം ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ ഈ ലഗേജ് വേണം തൂക്കിക്കൊണ്ട് കിടക്കണ്ടേ, അതുകൊണ്ട് ഇത് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബനിയൻ മെറ്റീരിയൽ. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നി. അതിന് 100 ബാട്ടേ ഉള്ളൂ. 100 ബാട്ടേ ഉള്ളൂ അതിന്. ഇതിന് 200 ബാട്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇതും ഇതുപോലെ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചാണ്. ഇത്ര 120 ബാട്ടോ അങ്ങനെ എന്താണ്. ജസ്റ്റ് ഇങ്ങനെ മേടിക്കുന്നത് കാണിച്ചു എൻ്റെ ഓർമ്മ. അതായത് ഇങ്ങനെ വിശദമായിട്ട് കാണിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. ഇതും ഈ ഷർട്ടും ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. ഇത് രണ്ടും 120 ബാട്ട്. അതായത് വേണമെങ്കിൽ ചീപ്പറായിട്ട് കിട്ടും കേട്ടോ ഈ സാധനമൊക്കെ. പക്ഷെ അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല സാധനമാണ്, നല്ല മെറ്റീരിയലാണ് അല്ലേ, നല്ല മെറ്റീരിയലാണ്. ഇത് ബാർഗെയിൻ ചെയ്താലൊക്കെ ഇനിയും ചീപ്പറായിട്ട് കിട്ടും. ഇതെനിക്കിഷ്ടമായതാണ്. അതും ഈ ഒരു മെറ്റീരിയൽ അല്ലേ, അതും ഒരേ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് നിക്ക് ബ്രോ നല്ലല്ലേ, വെറൈറ്റി പ്രിന്റ് അല്ലേ. ഫ്രോക്കാ നൈറ്റ് ഡ്രസ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ഇനിയുള്ളത് അമ്മമാർക്ക് മേടിച്ച ഇതാട്ടോ. അതിൽ ഒരെണ്ണം ഇന്നലെ ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ എടുത്തു കൊടുത്തു. ഞങ്ങൾ വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി. അപ്പോൾ ഇത് എൻ്റെ അമ്മയ്ക്കുള്ള കേട്ടോ, അമ്മയ്ക്ക് വാങ്ങിച്ചതാ. അങ്ങനെ ഒരു അതായത് ഈ ഒരു ഏജിലുള്ള അപ്പോൾ അമ്മമാരുടെ ഏജിലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വളരെ കുറവാണ്.
അപ്പോൾ അങ്ങനെ നോക്കി അവസാനം ഒരെണ്ണം കിട്ടിയപ്പോൾ ഇത് ചെറിയ മിക്കും കൂടി വാങ്ങിച്ചാട്ടോ. 40s വരെയുള്ള ആൾക്കാർക്ക് കിട്ടും, അതായത് ട്രെൻഡി ആയിട്ട് ഡ്രസ്സ് ഇടുന്നവർക്ക് എല്ലാം കിട്ടും കേട്ടോ, എല്ലാവർക്കും കിട്ടും. പക്ഷെ ഞാൻ പറയണത് നമ്മുടെ ഒരു ജനറൽ മലയാളി പോപ്പുലേഷനെ വെച്ചിട്ട് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഷർട്ടും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ജീൻസൊക്കെ ഇടുന്നവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. കഴിഞ്ഞു ഇല്ല, കുറച്ച് ചോക്ലേറ്റും കൂടി ഉണ്ട്. അതെ, ഇത് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ സാധാരണ ഇല്ലടി, ഇതൊന്നും ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്ത സാധനങ്ങളല്ല. ഇതെൻ്റെ അടുത്ത് ശരത്ത് എൻ്റെ ബാസ്ക്കറ്റിൽ എടുത്തിട്ടാണ്. ലാസ്റ്റ് എത്രയും മിഠായി കണ്ടത് സ്കൂളിലേക്ക് ബർത്ത്ഡേക്ക് കൊടുക്കുമ്പോഴായിരുന്നു. ഇതിങ്ങനെ എന്താ പറയുക, കായ്കൾ ഒരുപാട് കഴിക്കുന്ന ഒരു എന്താ പറയുക ച്യൂയി ക്യാൻഡി എന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ചു തന്നാണ്. ഷുഗർ ഫ്രീ, ലെസ് കലോറി, മോർ ഫ്രഷ്നെസ്. അത് അമ്മൂമ്മയ്ക്ക്, ലക്ഷ്മിയുടെ അമ്മൂമ്മ ഇങ്ങനത്തെ നമ്മുടെ നാരങ്ങ മിഠായില്ലേ അങ്ങനത്തെ ഒന്നും തോന്നുന്നു. അപ്പോൾ അത് ഷുഗർ ഫ്രീ അങ്ങനത്തെ. ഇതൊക്കെ ഇപ്പം ഞാൻ ജനറലായിട്ട് മേടിച്ചാട്ടോ. ഇത് ഞാൻ മറ്റേ ലക്ഷ്മിയുടെ ചേട്ടൻ്റെ മോന് എന്നുള്ളൊരു ഐഡിയയിൽ വാങ്ങിച്ചാണ് ഇതൊക്കെ. മേടിച്ച സാധനങ്ങൾ ഇത്രയും സാധനങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ എങ്ങനെയാണ് ഞാൻ ബാക്ക് പാക്കിൽ കൊണ്ടുവന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ ചുരുട്ടി ഏറ്റവും അടിയിലേക്ക് വെച്ച്, പിന്നെ ഇത് ഞാൻ അവൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞാൽ വേണ്ടെന്ന്. അപ്പോൾ അവന് ഭയങ്കര നിർബന്ധം കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ടീഷർട്ടുകൾ വെച്ച് ഇതിനെ ഇങ്ങനെ നേരെ നിർത്തി, പിന്നെയാണ് ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി. ഇത് ലാപ്ടോപ്പ് ബാഗിൻ്റെ അകത്തായിരുന്നു. പിന്നെ ചില ചോക്ലേറ്റ്സ് ഇതൊക്കെ ലാപ്ടോപ്പ് ബാഗിൻ്റെ അകത്തായിരുന്നു. ബാക്കി മൊത്തം അതിൻ്റെ അകത്തായിരുന്നു. എനിക്ക് ആലോചിക്കാൻ വയ്യ ഞാൻ എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതെന്ന്. പോകുമ്പോൾ എൻ്റെ ബാഗിന് എത്ര 12 കിലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ബാഗിന് 20 കിലോ ആയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലി ഇതാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ അല്ലേ. ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. സീരീസും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സാധനങ്ങളൊക്കെ ഇഷ്ടമായില്ലേ? അപ്പോൾ സെറ്റ്. ഓക്കെ ബൈ.